സതീഷ് സാറ്, ഡാനി സാറ്, വിനോദ് സാറ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബെന്നി സാറ്, ഗുരുതുല്യരായ എല്ലാ സീനിയേഴ്സും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവർക്കും ഇനി പുതുതായിട്ട് ഈ മീറ്റിംഗിലേക്ക് വരുന്നവർക്കും പുതിയ മെമ്പേഴ്സിനും എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങള് വിജയാശംസകൾ നേരണേ. എന്തായാലും നിഷാന്ത് സാർ പറഞ്ഞതുപോലെ KBCയില് ഈ വൈകുന്നേരത്തെ 8 മണിക്കുള്ള സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് ആദ്യമായിട്ടാണ്. അതിന് ഈശ്വരന് നന്ദി പറയുകയാണ്. സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണ് നമ്മൾ തമ്മിൽ കാണാറുള്ളത്, നമ്മൾ തമ്മിൽ സംസാരിക്കാറുള്ളത്, നമ്മൾ തമ്മിൽ സംവാദിക്കാറുള്ളത്. കുറെ ആഴ്ചകളായിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതില് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഇത് പുതിയ മെമ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. ഏതായാലും പുതുതായിട്ട് ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ മീറ്റിംഗ് സഹായകരമായിട്ട് മാറും. കാരണം എൻ്റെ ഒരു വിശ്വാസം, നമ്മളിലേക്ക് ഭാഗ്യം വരുന്നത് ചെവി കൂടിയാണ്. ഓരോരുത്തരുടെയും ജീവിതം മാറി മറിയുന്നത് ഇതുപോലുള്ള യാദർച്ഛികമായ ആ സംഭാഷണങ്ങളാണ്, ആശയങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നത്. ഈ 1 മണിക്കൂർ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അതിൽ ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആരോഗ്യമാണ്. ഇന്നലെ ഞങ്ങളുടെ പ്രോഗ്രാം ഇടുക്കിയിൽ ചെറുതോണിയിലായിരുന്നു. അവിടെ വലിയ വലിയ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലൊന്നുമില്ല, ചെറിയ ചെറിയ നാട്ടുവൈദ്യം മാത്രമേ ഉള്ളൂ. കാരണം ആളുകൾക്ക് രോഗങ്ങളൊന്നുമില്ല. എന്നാൽ മനോജ് സാർ വളരെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അവിടെയുള്ളവരെല്ലാവരും തന്നെ ആരോഗ്യവാന്മാരാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്. കൂടുതലും കൃഷിപ്പണിയാണ്, ചെരുപ്പിടാതെ മണ്ണിലും പുല്ലിലും ചെളിയിലൊക്കെ ചവിട്ടി നടക്കുന്ന ആൾക്കാരാണ്. ശുദ്ധമായി കിട്ടുന്നുണ്ട്, അവര് തന്നെ കൃഷി ചെയ്യുന്ന നല്ല ആഹാരം കഴിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്, ശുദ്ധജലം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ അവിടെ ഇല്ലാത്തത്. പക്ഷെ ഈ എറണാകുളം ഏരിയയിൽ ടൗണിൽ താമസിക്കുന്നത് നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇവിടെ എന്തുമാത്രം ഹോസ്പിറ്റലാണ് ഉള്ളത്? അത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതലുള്ളത്. എണ്ണിയാൽ തീരാത്ത അത്രയും ആസ്പത്രികളുണ്ട്. അതിന്റെ കാരണം ഈ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അത് നമ്മളെ രാജ്യത്തിന്റെ പുരോഗമനമാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ വരുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള ഇന്റർനാഷണൽ കമ്പനികളൊക്കെ നമ്മുടെ കേരള ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പൈസ ആരോഗ്യ മേഖലയിൽ മുടക്കുന്നുണ്ട്. അവർ മുടക്കുന്ന ഓരോ രൂപയും 1000 മടങ്ങായിട്ട് അവർക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളം നല്ലൊരു വിളഭൂമി ആയതുകൊണ്ടാണ് അത്രയേറെ പണം അവർ കേരളത്തിൽ മുടക്കുന്നത്. കാരണം നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നും നമ്മൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുമെന്നും നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മളും നമ്മളെ തലമുറയിൽപ്പെട്ട ആളുകളും സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും അവർക്ക് ലഭിക്കുമെന്നും കടക്കിണിയിലേക്ക് നമ്മൾ പോകുമെന്ന് അവർക്കറിയാം. അപ്പൊ ആസ്പത്രികളുടെ എണ്ണം കൂടുന്നത് ഒരു രാജ്യത്തിലെ പുരോഗമനമല്ല. ആസ്പത്രികളുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അനാരോഗ്യവാന്മാരായതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമ്മളുടെ സമ്പത്ത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് മെമ്പേഴ്സ് നമുക്കറിയാം, അവര് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കോടികൾ വരുമാനം നേടിയിട്ടുണ്ട്, വലിയൊരു സമ്പത്ത് അവർക്കുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിച്ച ആ സമയത്ത് പരസഹായത്തോടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. മരുന്നിന്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപകരണത്തോടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. ജീവച്ഛവങ്ങളായിട്ടാണ് പലരും ജീവിക്കുന്നത്. ഇന്നലെ ഞാനൊരു മാഡത്തിനോട് മരുമോന്റെ ആരോഗ്യകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് 47 വയസ്സ് മാത്രമേ മരുമോനുള്ളൂ, നാക്കിന്റെ പകുതി മുക്കാൽ ഭാഗവും മുറിച്ച് കളഞ്ഞതാണ്. ഞാൻ ജീവിതത്തെ പറ്റുന്ന ആലോചിച്ചു, എന്തൊരു ജീവിതം. നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് അവസ്ഥയാണ്. ആരോഗ്യം നമുക്ക് എങ്ങനെ നിലനിർത്താൻ സാധിക്കും? ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികമായ നമ്മളുടെ ആരോഗ്യം.
ശാരീരികമായ ആരോഗ്യവും മാനസികമായ നമ്മളെ ആരോഗ്യവും. നമുക്കൊരു മനസ്സിന് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുക, ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുക, നമുക്ക് കോപം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുക, അല്ലെ, ശാന്തതയും സമാധാനവും, മനസ്സിനൊരു ശാന്തതയും സമാധാനവും. അപ്പൊ മാനസികമായ ആരോഗ്യം. അത് മാത്രമല്ല, നമുക്കൊരു ഓറയുണ്ട്, നമുക്കൊരു ചൈതന്യമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യന് ഒരു ഓറയുണ്ട്, ചൈതന്യമുണ്ട്. ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് രസമായിരിക്കും തോന്നുന്നത്. അവരോട് നമുക്ക് അറിയാതെ ഒരു സ്നേഹം തോന്നിപ്പോവും, അറിയാതെ നമുക്കൊരു അവരോട് നമുക്കൊരു അല്ല ഒരു ബഹുമാനം, അല്ല ഒരു സ്നേഹവും ബഹുമാനവും നമുക്ക് അറിയാതെ തോന്നിപ്പോവും. അവരുടെ ഒരു അടുപ്പം നമുക്ക് തോന്നും. ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ അവര് നമ്മൾ ആകർഷിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാല് ആരോഗ്യം തന്നെയാണ്. ശാരീരികമായ ആരോഗ്യമല്ല, നമുക്ക് മാനസികമായ ഒരു ആരോഗ്യമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു ഓറയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളുടെ മാത്രം ആരോഗ്യം നമുക്ക് ഡെവലപ്പ് ചെയ്താൽ പോരല്ല. ഇപ്പൊ ഞാനൊരു കുടുംബനാഥനാണ്. എന്റെ മാത്രം ആരോഗ്യമല്ല, എന്റെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുള്ളൂ. എന്നേക്കാൾ കൂടുതൽ ആരോഗ്യം എന്റെ ഭാര്യയ്ക്ക് ഉണ്ടാവണം. അതിനേക്കാൾ കൂടുതൽ ആരോഗ്യം ഞങ്ങളുടെ പൊന്നോമന പുത്രന്മാർക്ക് ഉണ്ടാകണം. അതിനേക്കാൾ കൂടുതൽ ആരോഗ്യം മരുമോൾക്കും ഞങ്ങളുടെ പേരക്കിടങ്ങൾക്കും ഉണ്ടാവണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. കുടുംബം മുഴുവൻ ആരോഗ്യമുള്ളതായിട്ട് മാറണം. കാരണം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആ കുടുംബത്തിന്റെ പ്രവർത്തനം മുഴുവൻ താളം തെറ്റിപ്പോകും. ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. മറ്റെല്ലാവരുടെയും ആരോഗ്യം നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ആരോഗ്യവാന്മാരായിട്ട് മാറണം. അങ്ങനെ ഓരോ കുടുംബവും ആരോഗ്യമുള്ളതായിട്ട് മാറുമ്പോൾ ആ രാജ്യം ആരോഗ്യമുള്ളതായിട്ട് മാറും. നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ എത്രയോ പഞ്ചവത്സര പദ്ധതികൾ പിന്നിട്ട് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ആസ്പത്രികളുടെ എണ്ണം കൂടിയതല്ലാതെ ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചു. സർക്കാരിന് സാധിക്കാത്ത ഒരു കാര്യം ഈ ബയോടൂറിസത്തിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ ചിന്ത. ഓരോ കുടുംബവും ആരോഗ്യമുള്ളതായിട്ട് മാറണമെങ്കിൽ ഒരു സമൂഹം ആരോഗ്യമുള്ളതായിട്ട് മാറും, ഒരു സംസ്ഥാനം ആരോഗ്യമുള്ളതായിട്ട് മാറും, ഒരു രാജ്യം ആരോഗ്യമുള്ളതായിട്ട് മാറും. അപ്പൊ ആരോഗ്യമുള്ള ഭാരതം, അതാണ് നമ്മളെ സങ്കല്പത്തിലുള്ളത്. ഇനി ആരോഗ്യം മാത്രം മതിയോ? ആരോഗ്യത്തോടൊപ്പം നമുക്ക് എന്ത് വേണം? ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, കയ്യിൽ 10 പൈസ പോലും ഇല്ല, അവർക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മൾ ചുറ്റുപാടും അങ്ങനെയുള്ള എത്രയോ മെമ്പേഴ്സ് ഉണ്ട്. കണ്ട നല്ല മസാലൊക്കെ ഉണ്ട്, എത്ര കിലോ ഭാരമുള്ള അരിച്ചാക്ക് വേണമെങ്കിൽ അവർ ചുമക്കാൻ തയ്യാറാണ്, അല്ലെ? അവർ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർ പകൽ മുഴുവൻ കഠിനമായ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. രാത്രിയിൽ പോലും അവർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ശരീരത്തിലുള്ള വേർപ്പിന്റെ കണങ്ങളൊക്കെ ഒഴുകുന്നത് കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ തോന്നും, നമുക്ക് നോക്കി നിന്ന് പോകും. പക്ഷെ അവരുടെ കയ്യിൽ 10 പൈസ ഇല്ല. ഒരു പ്ലാസ്റ്റിക് മേഞ്ഞ കൂരയിലൊക്കെയാണ് അവർ കിടന്നുറങ്ങുന്നത്. കുട്ടികൾക്ക് വേണ്ട ആഹാരം കൊടുക്കാനോ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ വന്നാൽ ജീവിതം ആകെ താളം തെറ്റിപ്പോവും, നരകപൂർണമായിട്ട് മാറും. അപ്പൊ ആരോഗ്യം മാത്രം പോരാ, നമുക്ക് വേറെ എന്തും കൂടി വേണം, നമുക്ക് സമ്പത്തും കൂടി വേണം. ഈ സമ്പന്നന്മാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ പല സമ്പന്നന്മാരും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് വാർത്തകളിൽ കാണാൻ പറ്റും. എത്ര വിചിത്രമായിട്ട് നമുക്ക് തോന്നും, അല്ലേ? ഒരു ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് നമ്മളൊക്കെ സങ്കല്പിക്കാത്ത രീതിയിലുള്ള 100 കോടിയും 500 കോടിയൊക്കെ ആസ്തി ഉണ്ടാക്കിയിട്ട് അവര് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ജീവിതം വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്നൊന്നും ഒന്നില്ല, എപ്പോഴും ടെൻഷൻ മാത്രമേ ഉള്ളൂ, ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ആരോഗ്യം വേണം, സമ്പത്ത് വേണം, സന്തോഷവും വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈശ്വരൻ തന്ന ഈ മനുഷ്യ ജീവിതം നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറച്ച് സമയമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. ഈശ്വരൻ നമ്മൾ ഈ ഭൂമി കാണാനും ആസ്വദിക്കാനും സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. അപ്പൊ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ നമുക്ക് ചുറ്റി കാണണം, അങ്ങനെ നമ്മൾ സന്തോഷിക്കണം, അല്ലെ? അതൊക്കെ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. എവിടെ വെച്ചൊക്കെ മുരടിച്ചു പോയി. പക്ഷെ ഈ ബയോടൂറിസത്തിൽ നമ്മളെ പ്രിയങ്കരനായ സാഗർ ജോഷി സാറ് ലോകം മുഴുവൻ ചുറ്റി കാണാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് തരുന്നുണ്ട്, ദുബായ് ട്രിപ്പ് തരുന്നുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട്. സന്തോഷിക്കാനായിട്ട് മതിമറന്ന് സന്തോഷിക്കാനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ജീവിതം ധന്യമായിട്ട് മാറുന്നത്. നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം,
ആരോഗ്യമുള്ളൊരു മനസ്സ്, നമ്മൾ ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ കാണാൻ ചൈതന്യമുണ്ട്, മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ അക്കൗണ്ടിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളും ഉണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദേശങ്ങളിൽ നമുക്ക് ഒരുപാട് ഈ ഭൂമി മുഴുവൻ ചുറ്റി നടന്ന് കാണാനുള്ള അവസരം, അല്ലെ? ഈ ഭൂമിയിലേക്ക് ഈശ്വരൻ നമ്മൾ പറഞ്ഞു വിട്ടുള്ളത് ഈ ഭൂമിയുടെ ആ മനോഹാരിത, അല്ലെ? എന്തെല്ലാം മനോഹാരിത ഉണ്ട് ഈ ഭൂമിയിൽ, അതെല്ലാം നടന്ന് കാണാനും ആസ്വദിക്കാനും. ഇല്ലെങ്കിൽ ഈശ്വരൻ നമ്മളവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നമ്മൾ യാത്ര കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ കണ്ട്? നിങ്ങൾ തായ്ലൻഡ് കണ്ട? നിങ്ങൾ ദുബായ് കണ്ട? നിങ്ങൾ സിംഗപ്പൂര് കണ്ട? ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളൊക്കെ നിങ്ങൾ നടന്ന് കണ്ട എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ടാവും? ഒന്നും നമ്മൾ പറയാനുണ്ടാവില്ല, അല്ലെ? അപ്പൊ ഈശ്വരൻ നമ്മളോട് എന്ത് പറയും? മണ്ടൻ, മരം മണ്ടൻ, ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ നിങ്ങൾ അയച്ചത്. അപ്പൊ അതെല്ലാം കൂടി ചേർന്ന ഒരു അവസരമാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ ധന്യമാക്കി മാറ്റുന്ന ഒരേ ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം. നമുക്കറിയാം, ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, കഴിവുകളുണ്ട്, ഉന്നത കുടുംബങ്ങളിൽ ജനിച്ചിട്ടുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, സമൂഹത്തിൽ ഉന്നതന്മാരാണ്. പക്ഷെ അവര് ജീവിതത്തിൽ ഒരിടത്തും എത്തിയില്ല. നമുക്ക് അത്ഭുതം തോന്നും, അല്ലെ? അത്ര അനുകൂല സാഹചര്യത്തിൽ ജനിച്ചിട്ട് പോലും അവർക്ക് ജീവിതത്തിൽ ഒരിടത്തും എത്താൻ സാധിച്ചില്ല. എന്തുകൊണ്ട് എത്താൻ സാധിച്ചില്ല? അവർക്കും ഈശ്വരൻ അവസരങ്ങളുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ 1-2 അവസരങ്ങളുള്ളൂ. അത് മനുഷ്യരാശിക്ക് മൊത്തം ഈശ്വരൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. 1-2 അവസരം കൊടുക്കും. പക്ഷെ ആ അവസരം കാണുമ്പോഴോ ഇതൊരു അവസരമല്ല, ഇതിനേക്കാൾ നല്ല മികച്ചൊരു അവസരം എന്റെ ജീവിതത്തിൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മറ്റൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. ഈശ്വരൻ അവർക്ക് അവസരം കൊടുക്കില്ല. ഈശ്വരൻ ആ കോട്ട കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മനോഹരമായ അവസരം തന്നു, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഞാൻ തന്നത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്ന ഒരു അവസരമാണ് ഞാൻ തന്നത്. നിങ്ങൾ അതിനെ നെഞ്ചോട് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യാറായില്ല. അങ്ങനെയുള്ളവരാണ് എല്ലാ അനുകൂല സാഹചര്യങ്ങളും കിട്ടിയിട്ട് പോലും ജീവിതത്തിൽ ഒരിടത്തും എത്താതെ നരകിച്ച് ജീവിക്കുന്ന അപ്പൊ ഈശ്വരൻ നമുക്കൊരു അവസരം തന്നു. ആ അവസരമാണ് എല്ലാം. ആ അവസരം ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് കേട്ട് എങ്ങനെയാണ് നമുക്ക് ഭാഗ്യം നമ്മളിലേക്ക് വരുന്നത്, എങ്ങനെയാണ് നമ്മളിലേക്ക് അവസരം വരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട? ഭാഗ്യം വരുന്നത് എങ്ങനെയാണ്, അവസരം വരുന്നത് എങ്ങനെയാണ്? അത് ചെവിയിൽ കൂടെയാണ് വരുന്നത്, അല്ലെ? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ? കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ മനനം ചെയ്യും, അല്ലെ? ആ മനനം ചെയ്യുന്ന കാര്യങ്ങള് രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ചിന്തകളായിട്ട് മാറും. ആ ചിന്തകളാണ് തീരുമാനങ്ങളായിട്ട് മാറുന്നത്. ആ തീരുമാനങ്ങളാണ് പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. ആ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിധി തീരുമാനിക്കുന്നത്. അതാണ് ഈ 1 മണിക്കൂറിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് മനനം ചെയ്യാനായിട്ട്, നിങ്ങളുടെ ചിന്തകളെ തീപിടിപ്പിക്കാനായിട്ട്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട്, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് അടുത്ത ഏതാനും മിനിറ്റുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മളെ ഏറ്റവും വലിയ അവസരത്തിന്റെ പേര് ഈ ബയോട്ടോറിയം എന്നാണ്, അല്ലെ? എത്ര നല്ല പേരല്ലേ ഈ ബയോട്ടോറിയം. ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പേരാണ് സുഹൃത്തെ. എന്റെ ജീവിതം ഞാൻ സങ്കല്പിക്കാത്ത രീതിയിൽ എന്റെ ജീവിതം മാറ്റിമറിച്ചൊരു പേരാണ് ഈ ബയോട്ടോറിയം. ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പേരാണ് ഈ ബയോട്ടോറിയം. നമ്മളെ പ്രസ്ഥാനത്തിന്റെ പേര് വളരെ മനോഹരമായ, അല്ലെ, നമ്മളെ മെമ്മറിയിൽ തങ്ങി നിൽക്കുന്ന, ആരോടും നമുക്ക് വളരെ സൗമ്യതയിൽ പറയാൻ സാധിക്കുന്നത്, അല്ലെ? അത് കേട്ട് കഴിയുമ്പോൾ, അല്ലെ, ആ ചെവിക്ക് എന്തൊരു സന്തോഷം എന്നറിയാമോ? നമ്മളെ മനസ്സിന് എന്തൊരു സന്തോഷം എന്നറിയാമോ? നമ്മുടെ ശരീരത്തിന് മുഴുവൻ കുളിർമയുള്ള, രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള അത്രയും സൗമ്യമായ ഒരു മന്ത്രമാണ് ഈ ബയോട്ടോറിയം, അല്ലെ? ഒരു മന്ത്രം. അതാണ് ഈ ബയോട്ടോറിയം. അതാണ് നമ്മളെ കമ്പനിയുടെ പേര്. കമ്പനി ആരംഭിച്ചത് 2008-ലാണ്. ഇന്ന് 18 വയസ്സ് കമ്പനിക്ക് തികഞ്ഞ്, അല്ലെ? ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനത്തിന്റെ ആരംഭഘട്ടത്തിലാണ്. ഒരു മനുഷ്യ ആയുസിന്റെ ഏറ്റവും നല്ല സമയമാണ് 18, മധുര 18. തൊട്ടാൽ തെറിക്കുന്ന പ്രായമാണത്, അല്ല, തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണത് 18. അതാണ് നമ്മളെ കമ്പനിയുടെ പ്രായം. ബാലാരിഷ്ടതകളെല്ലാം തീർന്നു, അല്ലെ? ആദ്യ സമയങ്ങളിൽ കുറെ ബാലാരിഷ്ടത ഉണ്ടല്ല, ആ ബാലാരിഷ്ടതകളെല്ലാം തീർന്ന് കൗമാരപ്രായം എന്ന് പറയുന്നത് ചപരതകളുടെ പ്രായമാണ്. ആ ചപരതകളെല്ലാം കഴിഞ്ഞ്, അല്ലെ, പക്വത വന്ന്, അറിവ് വന്ന്, അല്ലെ, നല്ല ആരോഗ്യമുള്ള, ഒരുപാട് ചിന്തകളുള്ള,
എന്ന് പറഞ്ഞാൽ അല്ലെ ലോകം വെട്ടിപ്പിടിക്കാൻ തയ്യാറാകുന്ന ആ ഒരു സമയമാണ് ആ 18 വയസ്സ്. ആ 18 വയസ്സിൽ നിൽക്കുന്ന യൗവനത്തിന്റെ ആരംഭഘട്ടത്തിൽ നിൽക്കുന്ന മനോഹരമായ ആ ഒരു പ്രായമാണ്, അല്ലെ ഒരു സൗന്ദര്യമാണ് നമ്മളെ കമ്പനിയുടെ പ്രായം. 18 വയസ്സായി നമ്മളെ കമ്പനി ആരംഭിക്കുന്നത് 2008 ആരംഭിക്കുന്നത് മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിക്കുകയാണ്. ആ സമയത്ത് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ആയിട്ടാണ് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത് 2008. അന്ന് 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് കമ്പനിയുടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ, സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സാ കാന്തങ്ങളുടെ രാജാവാണ്. അതൊരു പുതിയ കണ്ടെത്തലാണ്, ലോകത്തിലെ ഒരു പുതിയ കണ്ടെത്തലാണ്, അധികം വർഷമായിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ബയോ മാഗ്നറ്റ് ആണ്. ഭൂമിക്ക് മുകളിൽ വിളയുന്ന ഒരു ബയോ മാഗ്നറ്റ് ആണ് ചികിത്സാ കാന്തമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഭൂമിയുടെ ഒരു 600-700 അടി താഴ്ചയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന വെളുത്ത ഒരു പൗഡറാണ്. അത് പ്രോസസ് ചെയ്താണ്, നിക്കൽ കോട്ട് ചെയ്ത് ബട്ടൺസിന്റെ വലിപ്പത്തിലാണ് അത് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആക്കി മാറ്റുന്നത്. അതാണ് ഇതൊക്കെ ഭൂമിയുടെ ഒരു 64 മൂലകമാണ്. ഈ അപൂർവമായ ആ എലിമെന്റ്സ് കയ്യിലുള്ള രാഷ്ട്രങ്ങളാണ് സമ്പന്ന രാഷ്ട്രമായിട്ട് അത് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഭാരതം സർക്കാർ, നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ഈ അപൂർവമായ 64 മൂലകമായിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്, കാരണം ഇനി വരാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് സർക്കാർ ഒരു 4,000 കോടി രൂപ, ഒന്നും രണ്ടും അല്ല, 4,000 കോടി രൂപ ഇന്ത്യയിൽ ഈ അപൂർവമായ 64ാമത്തെ മൂലകമായിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തി. ആ ഗവേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് നമ്മളെ കേരളത്തില് നീണ്ടകരയില് ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ, ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കണ്ടെത്താനായിട്ട് സർക്കാരിന് സാധിച്ചു. അത് പ്രോസസ് ചെയ്യാനായിട്ട് 6,000 കോടി രൂപ വിലയിരുത്തിയാണ്. നമ്മൾ ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രത്യേകം പറഞ്ഞായിട്ട് കണ്ടതല്ലേ. അപ്പൊ കേരളത്തിൽ ഒന്നും തന്നില്ല എന്ന് പറയും. പക്ഷെ ഇത് പെട്രോളിനേക്കാളും സ്വർണത്തിനേക്കാളും മറ്റേത് ധാതുക്കളേക്കാളും വിലപിടിപ്പുള്ള ഒന്നാണ് ഈ ഭൂമിയുടെ 64 മൂലകമായിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഖനനം ചെയ്യുമ്പോഴും ഇത് പ്രോസസ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ നെറുകയിലായിരിക്കും ഭാരതത്തിന്റെ നെറുകയിലായിരിക്കും കേരളം വരാം. ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായിരിക്കും കേരളം. അത്രയും അപൂർവമായ ഒന്നാണ് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. വരാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. അത് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മളെ കേരളത്തിൽ നീണ്ടകരയിലാണ്. ആ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് 2008 23ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത്. നമുക്കറിയാം, ഒരു ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ അല്ലെ വെറുതെ ആ രാജ്യം വേണമെന്ന് പറയോ, അല്ലെങ്കിൽ വെറുതെ ആ രാജ്യം അനുവദിക്കുവോ? അവിടുത്തെ ചികിത്സാ വിദഗ്ധന്മാര്, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര്, ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടെ മാത്രമേ അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുള്ളൂ. അത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നമാണെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുള്ളൂ. അങ്ങനെ കമ്പനി ആദ്യത്തെ 12 വർഷക്കാലം വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നം കയറ്റുമതി ചെയ്ത് ഡോളർ വാങ്ങിക്കുന്ന ഒരു കമ്പനിയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഭാഗ്യത്തിന്, നമ്മളുടെയൊക്കെ ഭാഗ്യത്തിന്, ഞാൻ അങ്ങനെ പറയുള്ളൂ, നമ്മളുടെയൊക്കെ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെ ഭാഗ്യത്തിനാണ് 2020 കൊറോണ വന്നത്. അങ്ങനെ കൊറോണ വന്ന് നമ്മളുടെ ആ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. എന്തുകൊണ്ടാണ്? നമ്മുടെ ചുറ്റോടെ ഓക്സിജൻ ഉണ്ട്, കൊറോണ രോഗികൾക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. കൊറോണ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണ്. ശ്വാസകോശം ചുരുങ്ങിപ്പോവും. നമ്മുടെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രാണവായു അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പ്രാണവായു ആഗിരണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ അന്ന് പിടഞ്ഞു മരിച്ചിരുന്നത്. അന്ന് ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിച്ചിരുന്നത് പ്രാണവായുവിന് മാത്രമാണ്, ഓക്സിജന് മാത്രമാണ്. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം കിട്ടിയ ആളുകൾ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അത് ആ സമയത്ത് മന്ത്രിമാർ വരെ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഓക്സിജൻ സിലിണ്ടർ കിട്ടുമായിരുന്നുള്ളൂ. VIP കൾക്ക് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ മാറ്റി വെക്കുമായിരുന്നു.
അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പൊ വിദേശത്തേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല. അത് ഈവായിട്ടൊരുത്തിന് വേണ്ടി കൊണ്ടുവന്നൊരു നിയമമല്ല. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ്. കാരണം 140 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം വേണം. അല്ലെങ്കിൽ പൊന്നു വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് വിദേശ രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പൊ എക്സ്പോർട്ടിങ് സ്വാഭാവികമായിട്ട് മറ്റു കമ്പനികളോടൊപ്പം തന്നെ ഈവായിട്ടൊരു നഷ്ടപ്പെട്ടു പോയി. 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കും. അത്രയും ഡിമാൻഡുള്ള ഉൽപ്പന്നമാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയാണ് ദീർഘദർശിയായ നമ്മളെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സാഗർ ജോഷി. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മിനിറ്റ് പറയാം. നമ്മളെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി, അദ്ദേഹം ഒരു ഗുജറാത്തിയാണ്. ഗുജറാത്തിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗുജറാത്തിക്കാരെല്ലാവരും മാർവാടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകൾ മാർവാടികളാണ്. വരാൻ പോകുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് മുൻകൂട്ടി കാണുന്നവരാണ് അവർ. ബിസിനസിന്റെ സാധ്യതകൾ മുൻകൂട്ടി കാണുന്നവരാണ്. അവർ രക്തത്തിൽ ബിസിനസ് ഉണ്ട്. ഇപ്പൊ മാർവാടികളുടെ ഒരു പ്രത്യേകത പറയും. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മോനെ നല്ലോണം പഠിക്കണോട്ടാ, എന്നിട്ട് നല്ല മാർക്ക് മേടിക്കണോട്ടാ, എന്നിട്ട് പരീക്ഷക്ക് നന്നായിട്ട് പാസ്സായിട്ട് ഉയർന്ന മാർക്കോട് ജയിച്ച് PSC പരീക്ഷ പാസ്സായി ഒരു നല്ല സർക്കാർ ഉദ്യോഗം കിട്ടി, സർക്കാർ ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച്, ലോൺ എടുത്തൊരു വീട് വാങ്ങിച്ച്, ലോൺ എടുത്തൊരു കാറ് വാങ്ങിച്ച്, അങ്ങനെ ലോണില് നിന്റെ ജീവിതം മുഴുവൻ തീർക്കാൻ പറ്റും. ഇതാണ് മലയാളികളുടെ സങ്കല്പം. പക്ഷെ മാർവാടികൾ ഒരിക്കലും അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അവർ പഠിപ്പിക്കും, നല്ലോണം പഠിപ്പിക്കും. നല്ല സ്കൂളിൽ വേണം, വിദേശത്ത് അവർ പറഞ്ഞു വിട്ട് പഠിപ്പിക്കും. നല്ലോണം പഠിക്കാൻ പറയും, നല്ല മാർക്ക് മേടിക്കാൻ പറയും, ഒന്നാമനാകാൻ പറയും. പക്ഷെ ജോലിക്ക് പോകാൻ മാത്രം അവർ പറയൂല. അവരൊരിക്കലും ജോലിക്ക് പോകാൻ പറയൂല. കാരണം മറ്റൊരാളുടെ കീഴിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളും ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല, ജീവിതത്തിൽ ആരോഗ്യം അനുഭവിച്ചിട്ടില്ല, ജീവിതത്തിൽ സമ്പത്ത് കിട്ടിയിട്ടില്ല. അവരാഗ്രഹിക്കുന്ന ഒരു കാര്യവും അവരുടെ കുടുംബത്തിൽ വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇട്ടാവട്ടത്തിലുള്ളൊരു ജീവിതം. അതാണ് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളുടെ ജാതകം. അതുകൊണ്ടാണ് മാർവാടി ചിന്തിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ കഴിവുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും, മറ്റുള്ളവരുടെ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള തൊഴിൽ സ്ഥാപനങ്ങളാണ് അവർ ആരംഭിക്കുന്നത്. അവര് ജോലിക്ക് പോകില്ല. അവർ ചിന്തിക്കുന്നത് അച്ഛനപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ 1000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളർന്നു വലുതാവുമ്പോൾ 10,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനം ഞാൻ ആരംഭിക്കും. അവരുടെ ചിന്താഗതി എങ്ങനെയാണ്, അവരുടെ മനോഭാവം അങ്ങനെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിത്തീരും. നമുക്കൊരു ജോലി കിട്ടാൻ ആഗ്രഹിച്ച് നമ്മൾ ജോലിക്കാരനാവും. 1000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഒരു മുതലാളിയായിട്ട് മാറും. 1000 പേർക്ക് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നവരാണ് മുതലാളി, അല്ലാത്തവൻ തൊഴിലാളിയാണ്. അപ്പൊ ഗുജറാത്തികളുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു ഗുജറാത്തിയാണ് സാഗർ ജോഷി സാർ. അപ്പൊ വരാൻ പോകുന്ന വൻ സാധ്യതകളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അപ്പൊ 2008 സ്ഥാപനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മാഗൻ തെറാപ്പിയിൽ ഇദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ മാഗൻ തെറാപ്പി അങ്ങനെ വിപുലമല്ല. എന്നിട്ട് മാഗൻ തെറാപ്പിയെ സംബന്ധിച്ചുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം പഠിച്ച് അതിൽ ഗവേഷണം എടുത്ത് PhD എടുത്ത് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത്. ആലോചിച്ച് നോക്കിയേ, ഒരു മാർവാടി അങ്ങനെ ചെയ്യണമെങ്കിൽ വെറുതെ ചെയ്യാൻ തയ്യാറാവും. മാത്രമല്ല നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. ഈ 3 കഴിവുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ടാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് നാനോ ടെക്നോളജിയിലുള്ള ആയതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിന്റെ കാര്യം. ഇവിടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് നാനോ ടെക്നോളജിയിൽ നിർമ്മിച്ച് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് നമ്മളെ സാഗർ ജോഷി സാറാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് 2020 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടുവന്നത്. അതിനിടയ്ക്ക് നമ്മൾ സാഗർ ജോഷി സാറ് കയറി വന്നു. അപ്പൊ 2020 കൊറോണ വന്ന്, ആ കൊറോണ വന്നാണ് നമ്മളെ നല്ല കാലമായത്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിൽ വിറ്റഴിക്കാനായിട്ട് തയ്യാറായി. പക്ഷെ എങ്ങനെ വിറ്റഴിക്കാൻ പറ്റും? കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടൊക്കെയാണ്. ആളുകളെല്ലാവരും വീടിന്റെ അകത്താണ്. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം തന്നെ റോട്ടിലറിയാൻ തുടങ്ങി. എത്ര സുന്ദരമായിരുന്നറിയാമോ? മൃഗങ്ങളെല്ലാം നാട്ടിലായി. അത്ര സുന്ദരമായ ജോലിയായിരുന്നു. അപ്പൊ പിണറായി വിജയൻ സാറ് പറഞ്ഞ് ആഹാരമൊന്നും കിട്ടൂല, നിങ്ങൾക്കുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ മലയാളികളെല്ലാം മൺവെട്ടിയും ഒക്കെ എടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ച സമയമാണ്. നിങ്ങൾ ഓർക്കണ്ട.
അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ട, ഇന്ത്യയിൽ വിറ്റഴിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ വിറ്റഴിക്കാനായിട്ട് സാഗർ ജോഷി സാർ തീരുമാനിച്ചു. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രത്യേകതയുണ്ട്, വാമൊഴിയായിട്ട് ഈ ഉൽപ്പന്നം വിറ്റഴിക്കുക. ലോകത്തിലെ ഏറ്റവും നല്ല പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ 100% ലീഗലാണ്. ഇത് ആരംഭിച്ചിട്ട് 1940 അമേരിക്കയിൽ ആരംഭിച്ചാണ്. 1970 അവിടുത്തെ ഫെഡറൽ കോർട്ട് ഇത് 100% നിയമപരമായിട്ട് അംഗീകരിച്ചു. 150ഓളം രാജ്യങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മലേഷ്യയില് ഒരു യുവാവിന് കല്യാണം ആലോചിക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കും, ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ പാസ്വേഡ് തന്നെ, നിങ്ങളുടെ ID നമ്പർ തന്നെ. എന്നിട്ട് അവർ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കും, എത്ര ടീം സ്ട്രെങ്ത് ഉണ്ട്, എന്ത് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കല്യാണം തീരുമാനിക്കുന്നത്. നമ്മളിവിടെ നാളല്ല നോക്കുന്നത്, അവർ നാളല്ല നോക്കുന്നത്. ID നമ്പറും പാസ്വേഡും കൊടുക്കാണ്ട് കല്യാണം തീരുമാനിക്കും. നാളെ നമ്മളിവിടെ സംഭവിക്കാൻ പോണ കാര്യം അതാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് ആളുകൾ വരാൻ പോണേയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് 2000 ആണ്ടിന്റെ പ്രത്യേകതയാണ്. ആ സമയത്ത് നമ്മളുടെ സാഗർ ജോഷി സാറ് നമ്മളെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനെ അറിയിച്ച്, ആയുഷ് മന്ത്രാലയത്തിനെ അറിയിച്ച്, ജനങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കും, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കും, അവർക്ക് ഗാഠമായ ഉറക്കം കിട്ടും, ഉറക്കത്തിൽ അവരുടെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കും, പുതിയ കോശങ്ങൾ അവരുടെ ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യും, ഒരാൾ പോലും കൊറോണ ഒന്നും മരിക്കില്ല. ഞങ്ങൾ ഉൽപ്പന്നങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് 23ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നമാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത്. അങ്ങനെ ആയുഷ് മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നമ്മളെ ആരോഗ്യ വകുപ്പൊക്കെ ഏതാണ്ട് 1000ഓളം രോഗികൾക്ക് സൗജന്യമായിട്ട് ഈ ഉൽപ്പന്നം കൊടുത്ത് കൊറോണ രോഗികളിലൊന്ന് പരീക്ഷിച്ച് അവർക്ക് ആർക്കും തന്നെ ഓക്സിജൻ സിലിണ്ടർ കൊടുത്തില്ല. തൊട്ടരികിൽ ഓക്സിജൻ സിലിണ്ടർ തയ്യാറാക്കി വെച്ച് ഇവരുടെ എല്ലാവരുടെയും കൂലങ്കൂഷമായ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോലും മരിച്ചില്ല. എല്ലാവരും കുറഞ്ഞ സമയം കൊണ്ട് ആരോഗ്യത്തോട് വീടുകളിലേക്ക് പോയി. അത് സർക്കാരിന് ഒരു അത്ഭുതമായിട്ട് മാറി, കേന്ദ്ര ഗവൺമെന്റിന് ഒരു അത്ഭുതമായിട്ട് മാറി, ആയുഷ് മന്ത്രാലയത്തിന് അത്ഭുതമായിട്ട് മാറി, ആരോഗ്യ വകുപ്പിന് ഒരു അത്ഭുതമായിട്ട് മാറി. നമ്മളെ കേരള ഗവൺമെന്റ്, നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ച്, ആയുഷ് മന്ത്രാലയം തീരുമാനിച്ച് ഈ ഉൽപ്പന്നം ബെസ്റ്റാണ്, ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബെസ്റ്റാണ്. അങ്ങനെ ഒരു അവാർഡ് കൊടുത്ത് കൊറോണ യോദ്ധ അവാർഡ്, കൊറോണയെ പ്രതിരോധിച്ച യോദ്ധാവ് എന്നൊരു അവാർഡ് ആയുഷ് മന്ത്രാലയം നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊടുത്തു. ലോകത്തിൽ ആദ്യമായിട്ട് കൊറോണയെ പ്രതിരോധിച്ച ഒരു ഉൽപ്പന്നത്തിന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള, ലോകത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമായ ഭാരത ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നത്തിന് അംഗീകരിക്കാനായിട്ട് തയ്യാറായി. ഈ ഉൽപ്പന്നം പല മെമ്പേഴ്സും ഉപയോഗിച്ച് ആ സമയത്ത് ഫീൽഡ് വർക്കിൽ പോകാൻ സാധിക്കില്ല, ഡോർ ടു ഡോർ പോകാൻ സാധിക്കില്ല. പക്ഷെ വാട്സപ്പിൽ കോൾ ചെയ്യാൻ സാധിക്കും, ഫോൺ ചെയ്യാൻ സാധിക്കും, ഈ സൂമിന്റെ ലിങ്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സൂം മീറ്റിങ്ങിലൂടെ, വാട്സപ്പ് കോളിലൂടെ, മൊബൈൽ കോളിലൂടെ ഉപയോഗിച്ച ആളുകളെ എല്ലാവരും തന്നെ അവരുടെ ബന്ധുക്കളെയും മറ്റുള്ളവരെയും വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനൊരു ഉൽപ്പന്നമുണ്ട്. ഓരോരുത്തരും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത്, കമ്പനിക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് ബൈ പോസ്റ്റ് ഓരോരുത്തരും ഉൽപ്പന്നം എത്തിച്ചു കൊടുത്ത്, അങ്ങനെ വാമൊഴി കൂടി ജനങ്ങൾ ഓരോരുത്തർ ഉപയോഗിച്ച മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ സൗഖ്യം കിട്ടുകയും അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും അവർക്ക് ഗാഠമായ ഉറക്കം കിട്ടുകയും ഉറക്കത്തിൽ അവരുടെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുകയും അവര് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് തിരിച്ചു വരാനായിട്ട് അവർക്ക് സാധിച്ചതുകൊണ്ട് ഇതൊരു വാമൊഴിയായിട്ട് നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്തു. 5 വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ 15,000 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസായിട്ട് മാറി. ഏപ്രിൽ മാസത്തിൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു പുതിയ ഓഫീസും കൂടി ഉദ്ഘാടനം ചെയ്യാൻ. ആലോചിച്ച് നോക്കി, 15,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഓഫീസ് ആരംഭിച്ചിട്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് മാറി 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു പുതിയ ഓഫീസിലേക്ക് മാറുന്നതിന് ഉൽപ്പന്നങ്ങളെ എത്ര ഉൽപ്പാദിപ്പിച്ചിട്ടും തികയുന്നില്ല. ഒരു കമ്പനിയുടെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയേറെ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളായിട്ട് ഈ കമ്പനി മാറും. കാരണം ജനങ്ങളുടെ പരിപൂർണമായ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നു. അത് മാത്രമല്ല, ഈ നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനിക്ക് കുറച്ച് 100% കമ്പനി ലീഗലാണ്. ഇത് കൊറോണ യോദ്ധ അവാർഡ് കിട്ടി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 100% അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2023 ട്രസ്റ്റഡ് ബ്രാൻഡ്
വിശ്വസനീയമായ ഉൽപ്പന്നം എന്ന മഹാരാഷ്ട്ര ഗവർണറിൽ നിന്ന് ദേശീയ ചിഹ്നമുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുള്ള കമ്പനിയാണ്. കമ്പനിയുടെ ദേശീയ ചിഹ്നം അല്ലെ, 3 കടുവകൾ, ആ ദേശീയ ചിഹ്നമുള്ള അവാർഡ്, വിശ്വസനീയമായ ഉൽപ്പന്നം. നമ്മൾ ഓരോ ജനങ്ങളോട് പറയുന്നതാണ് നല്ല ഉൽപ്പന്നമാണ്, ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഗുണഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയ ഒരു ഉൽപ്പന്നമാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ ഈ ബൈട്ടോറിയൽ ടെസ്റ്റ് മോണിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കി, ലക്ഷക്കണക്കിന് ടെസ്റ്റ് മോണിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 1 മിനിറ്റ് സമയമുള്ള ഒരുപാട് റീലുകൾ കാണാൻ സാധിക്കും. ഒരു കമ്പനിക്ക് അല്ലെ, ഒരു കമ്പനിയുടെ ഒരു വെൽനസ് കമ്പനിയുടെ 1 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് യൂട്യൂബില് അവര് റിസൾട്ട് പറയാൻ തുടങ്ങിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഈ ബയോട്ടോറിയം കമ്പനിയുടെ മാത്രം ഒരു അത്ഭുതമാണ്. അപ്പൊ വിശ്വസനീയമായ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് പ്രോഡക്റ്റ് എന്ന മഹാരാഷ്ട്ര ഗവൺമെന്റ് 2023 ദേശീയ ചിഹ്നമുള്ള അവാർഡ് കരസ്ഥമാക്കിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 2023 തന്നെ മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനം എന്ന കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2023 തന്നെ മികച്ച കമ്പനി എന്നുള്ളൊരു അവാർഡ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 2024 മികച്ച ഡയറക്ട് സെല്ലിംഗ് അവാർഡ് കരസ്ഥമാക്കിയ കമ്പനി ഈ ബയോട്ടോറിയമാണ്. ന്യൂ ട്രെൻഡ് സെറ്റർ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ള അവാർഡ് ഈ ബയോട്ടോറിയത്തിന് കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി 2024 കമ്പനി അവാർഡ് ഈ ബയോട്ടോറിയത്തിന് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ 2024 അവാർഡ് ഈ ബയോട്ടോറിയത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 നമ്മളെ ഈ ബയോട്ടോറിയത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് 2025 കിട്ടിയിട്ടുള്ളത് ഈ ബയോട്ടോറിയത്തിനാണ്. ദാദാ സാഹിബ് ഫാൽക്ക ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ ബയോട്ടോറിയത്തിനാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഡയറക്ട് സെല്ലിംഗ് കിട്ടിയിട്ടുള്ളത് ഈ ബയോട്ടോറിയത്തിനാണ്. ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഇയർ 2024 അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ ബയോട്ടോറിയത്തിനാണ്. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പേര് വന്ന കമ്പനിയാണ് 2025 ഫെബ്രുവരി 13 ഈ ബയോട്ടോറിയം. ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. 2025 ഫെബ്രുവരി 19 കേരള ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് സംവിധാനം വന്ന് ആ 100% ലീഗലായ കമ്പനികൾക്ക് മാത്രമേ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. 100% ലീഗലായ സർക്കാരിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. 2026 ഫെബ്രുവരി മാസം തന്നെ 2026 ഫെബ്രുവരി മാസത്തിൽ നവരത്ന അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യയിലെ ഏക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഏറ്റവും വിശിഷ്ടമായ കമ്പനികൾ കിട്ടുന്ന ഒരു അവാർഡാണ്. ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെയേറെ സഹായിക്കുന്ന ഒരു അവാർഡാണ് നവരത്ന അവാർഡ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് നമ്മളുടെ യൂട്യൂബിൽ വന്നിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയുന്നുണ്ട്. 10,000 കണക്കിന് ഡോക്ടർമാര് ഉപയോഗിക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കമ്പനിയാണ്. മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നറ്റ് തെറാപ്പി. ആ കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ യോദ്ധ അവാർഡ് നേടിയ ഉൽപ്പന്നങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി വിറ്റഴിക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഈ കമ്പനിക്ക് ഉണ്ട്. ഇവിടെ ഈ മാഗ്നറ്റ് തെറാപ്പി ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ഈ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് രോഗകാരണം. നമ്മുടെ ശരീരത്തിൽ ഡിസോർഡർ വരുന്നതിന്റെ ഏക കാരണം ഈ 37.4 ലക്ഷം കോടി കോശങ്ങൾക്കുള്ള ആ സെൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -25 ആണ്. ഈ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് രോഗകാരണം. ഇവിടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 37.4 ലക്ഷം കോടി കോശങ്ങളുടെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിൽ
ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെ നമ്മൾ ഊർജം എന്ന് പറയുന്നുണ്ട്, ഊർജ്ജസ്വലത എന്ന് പറയുന്നുണ്ട്, ചൈതന്യം എന്ന് പറയുന്നുണ്ട്, ജീവൻ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് ഈ ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെ അല്ലെ. നമ്മൾ മരിച്ചു പോകുന്നത് പറയുന്നതിന്റെ കാരണം എന്താണ്? മരിച്ചു പോകുമ്പോൾ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നില്ല, മൂക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല, നാവ് നഷ്ടപ്പെട്ടു പോകുന്നില്ല, മുടി നഷ്ടപ്പെട്ടു പോകുന്നില്ല, നഖം നഷ്ടപ്പെട്ടു പോകുന്നില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്തോ ഒന്ന് ആളുടെ ശരീരത്തിൽ നിന്ന് പോയി. ആ പോയതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു ശാസ്ത്രത്തിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പോയത് പോയി. എന്താ പോയത്? പോയത് ജീവനാണ്. എന്താ ജീവൻ? ജീവൻ എന്നുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെ സംരക്ഷിക്കാനായിട്ട് നിയോ ഡൈമ മെഡിക്കൽ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവനെ സംരക്ഷിക്കാനായിട്ട് നിയോ ഡൈമ മെഡിക്കൽ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നു. അതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഇത് നമുക്ക് മാട്രസ് ഉണ്ട്, പില്ലോ പാഡ് ഉണ്ട്, ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഏതാണ്ട് 40 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. അകത്തൊരു മരുന്നും കഴിക്കണ്ട, ഇഞ്ചക്ഷൻ വേണ്ട, ഓയിൽമെന്റ് പുരട്ടണ്ട, ഓപ്പറേഷൻ വേണ്ട. ഇങ്ങനെയൊക്കെയല്ലേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ. അല്ല, ഇന്ന് വരെയുള്ള എല്ലാ വൈദ്യശാസ്ത്രവും പറയുന്നത് ഇതിൽ ഏതെങ്കിലും ചെയ്തിട്ടുള്ള രോഗം മാറ്റുന്നത്. എന്നാ അത് ആ ഇന്ന് വരെയുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ് മാഗ്നറ്റിക് തെറാപ്പി കൊണ്ടിരുന്നത്. അകത്തൊരു മരുന്നും കഴിക്കണ്ട, ഓയിൽമെന്റും പുരട്ടണ്ട, ഇഞ്ചക്ഷനും വേണ്ട, ഓപ്പറേഷനും വേണ്ട. 37.4 ലക്ഷം കോടി കോശങ്ങളുടെയും സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യും. സെല്ലുകൾ ആരോഗ്യമുള്ളതാക്കി മാറ്റും. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യും. അങ്ങനെ സെൽ ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് വരുന്ന വ്യതിയാനമാണ് രോഗം. നമ്മൾ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിൽ വ്യതിയാനം വരുമ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനം വന്ന രീതിയിലാവും. ഹാർട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വേണം. കാരണം ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം മിടിക്കുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം, ഹൃദയത്തിന് മിടിപ്പ് ആരംഭിക്കുന്നുണ്ട്. അത് മരണം വരെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയത്തിന് ആകെ 250 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. മുഷിയുടെ അത്രയും മാത്രമേ വലിപ്പമുള്ളൂ. അല്ലാണ്ട് അത് വലിയ സാധനമൊന്നുമല്ല. പക്ഷെ അവൻ മിടിച്ചാൽ മാത്രമേ ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കുള്ളൂ. ഒരു മിടിപ്പിന് 0.8 സെക്കൻഡ് സമയമാണ് വേണ്ടത്. 0.8 സെക്കൻഡ് സമയം. ആ ഒരു മിടിപ്പില് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യും. ഈ ബ്ലഡിനെ പമ്പ് ചെയ്യണത് എന്തിനാണ്? അത് ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയാണ്. ബ്ലഡ് സർക്കുലേഷൻ ആണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം. അങ്ങനെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കോശങ്ങൾക്ക് 4 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മളെ കോശങ്ങൾക്ക് മാഗ്നറ്റിക് പവർ വേണം. ഈ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കിട്ടിയാൽ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ശരീരത്തിന്റെ ഊർജ്ജ ശരീരം സജീവമാവും, ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. നമ്മുടെ ശരീരത്തിന്റെ ഹൃദയം പോലുള്ള ആന്തരാവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും. നമ്മളെ ഹൃദയത്തിന് മാഗ്നറ്റിക് പവർ നല്ല രീതിയിൽ ഉണ്ട് എങ്കിൽ ഹൃദയത്തിന് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആയിരിക്കും. ഹൃദയം ഒരു പ്രാവശ്യം ഇടിക്കുമ്പോൾ അത് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യും. അത് ഒരു മിനിറ്റ് സമയം കൊണ്ട് 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരം മുഴുവൻ ഒഴുകും. 1 ലക്ഷം കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുകളിലൂടെ ഇത് നമ്മുടെ ശരീരം മുഴുവൻ ഒഴുകും. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ കോശങ്ങൾക്ക് വീണ്ടും 3 കാര്യങ്ങൾ വേണം. പ്രാണവായു വേണം, ജീവജലം വേണം, പോഷകാഹാരം വേണം. കോശങ്ങൾക്ക് 4 കാര്യം വേണം. ആദ്യം വേണ്ടത് മാഗ്നറ്റിക് പവർ ആണ്. ഈ മാഗ്നറ്റിക് പവർ കൃത്യമായിട്ട് കിട്ടുമ്പോഴാണ് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ക്രമമായിട്ട് മാറും. ബ്ലഡ് സർക്കുലേഷൻ ക്രമമായിട്ട് മാറുമ്പോൾ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് നമ്മൾ ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ 5 ലിറ്റർ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു, ജീവജലം, പോഷകാഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് ബ്ലഡ് സർക്കുലേഷൻ്റെത്. അങ്ങനെയാണെങ്കിൽ 37.4 ലക്ഷം കോടി കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറും. ശരീരം മൊത്തം ആരോഗ്യമുള്ളതായിട്ട് മാറും. പുതിയ കോശങ്ങളെ റീജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരമായിട്ട് മാറും. അങ്ങനെ നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം ഡിസോർഡർ ഉണ്ടോ അതെല്ലാം ഓർഡറായിട്ട് മാറും. പൈൽസ് മാറും, ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ മാറും, സോറിയാസ് മാറും, സ്കിൻ ഡിസീസ് മാറും, അല്ലെ, വിട്ടുമാറാത്ത തലവേദന മാറും, ക്യാൻസർ സെല്ലുകളുടെ അമിതമായ വളർച്ചയെ തടുക്കും, നീർക്കെട്ടുകൾ മാറും, ജോയിന്റ് പെയിൻ മാറും, മുടി കൊഴിച്ചിൽ മാറും, മുടി തഴച്ചു വളരും, നരച്ച മുടി കറുക്കും, യൗവനം നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരും, ആന്റി ഏജിങ് പ്രോസസ്സിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. കാരണം പുതിയ കോശങ്ങൾ, ആരോഗ്യമുള്ള കോശങ്ങൾ പുനറി. എങ്ങനെ നമുക്ക് വാർദ്ധക്യം ഉണ്ടാക്കുന്നത്? അല്ലെ, ഒരു 18 വയസ്സ് വരെ നമുക്ക് അല്ലെ ഇച്ചിരിയുള്ള ആള് ജനിച്ചു വരും അല്ലെ. നമ്മൾ ജനിക്കുമ്പോൾ എന്തോരം ഉണ്ടാവും?
ഒരു കൈക്കുഞ്ഞാട്ടല്ല നമ്മൾ ഇരിക്കുന്നത്, പെട്ടെന്ന് നമ്മൾ വളരുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ പുനർജനിക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ നമുക്ക് പുനർജനിക്കുമ്പോഴാണ് നമുക്ക് യൗവനം ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴാണ് നമുക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നത്? നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ മരിക്കുകയും പുതിയ കോശങ്ങൾ പുനർജനിക്കാതിരിക്കുന്ന സമയത്താണ് നമുക്ക് വാർദ്ധക്യം വരുന്നത്. കൂടുതൽ കോശങ്ങൾ നശിക്കുകയും കുറച്ച് കോശങ്ങൾ മാത്രം പുനർജനിക്കുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യം വരുന്നത്. ആ വാർദ്ധക്യത്തെ നമുക്ക് തടുക്കാൻ പറ്റും. കോശങ്ങൾ കൂടുതൽ നശിക്കാതെ നശിക്കുന്ന കോശങ്ങളെക്കാൾ കൂടുതൽ കോശങ്ങൾ പുനർജനിച്ചാൽ നമ്മുടെ ശരീരത്തിൽ യൗവനം ഉണ്ടാവും. എനിക്കൊക്കെ യൗവനമേ അല്ല, കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ, ഒരു ചൈതന്യം കണ്ടില്ലേ? അത് കൂടുതൽ കോശങ്ങൾ പുനർജനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ യൗവനം വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആരോഗ്യം കിട്ടുന്നുണ്ട്, ആന്റി ഏജിങ് പ്രോസസ്സിങ് നമ്മുടെ ശരീരത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 60 വയസ്സായ ഒരാൾ അടുത്ത വർഷം 61 വയസ്സിലേക്കാണ് പോണത്. 70 വയസ്സ് തോന്നിക്കുകയും ചെയ്യും. പക്ഷെ നിയോ ടൈം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അടുത്ത 61 വയസ്സാകുമ്പോൾ അയാൾക്ക് 59 വയസ്സായി, 62 വയസ്സാകുമ്പോൾ അയാൾക്ക് 58 വയസ്സായി, 63 വയസ്സാകുമ്പോൾ അയാൾക്ക് 57 വയസ്സായി, 65 വയസ്സാകുമ്പോൾ അയാൾക്ക് 55 വയസ്സായി, 70 വയസ്സാകുമ്പോൾ അയാൾക്ക് 50 വയസ്സായി. ആഹാ, എന്ത് സുന്ദരമല്ലേ! ഞങ്ങളൊക്കെ ശരീരത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ശാസ്ത്രീയത അതാണ്. അത് മാത്രമല്ല, ഒരു ചൈതന്യമുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നത്, കാന്തം പോലെ മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കൂട്ടുണ്ടാകുന്നതിന്റെ കാരണം അതല്ലേ. അതുകൊണ്ടല്ലേ ശക്തമായ ടീമിനുണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ഒരാൾക്ക് പോലും നോ പറയാൻ പറ്റൂല. സുഹൃത്തുക്കളെ, നമ്മളുടെ നിയോ ഡൈമൻ മെഡിക്കൽ മാറ്റിന്റെ പ്രൊഡക്റ്റ് ഇതാണ്. ഇത് അതിശയമല്ല. ഇതിന് ആരാണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഞാനാണ് എന്റെ തെളിവ്. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. ഇതിന്റെ അംബാസഡർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇതിന്റെ അംബാസഡർ. എനിക്ക് ഈ എല്ലാ ഗുണങ്ങളും തിരിച്ചിട്ട് ഒരാളാണ്. ഇതാണ് നിയോ ഡൈമൻ മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നല്ല രീതിയിലുള്ള വേറെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്കൊരു അൾട്രാബറി ഉണ്ട്. അപ്പൊ അൾട്രാബറിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. നിയോ ഡൈമൻ മെഡിക്കൽ മാറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായില്ലേ? മതി. ഇതാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് സംശയം കൂടുതൽ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീനിയറോടൊന്നും ചോദിക്കണ്ട. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബ് എടുക്കുക, എന്നിട്ട് അതിന്റെ മൈക്ക് സെറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ പറയുക ഈ ബയോട്ടോറിയൻ ടെസ്റ്റ് മോണിയൽ എന്ന് പറയുക. അല്ല എങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബയോട്ടോറിയൻ ടെസ്റ്റ് മോണിയൽ. അത് കേൾക്കുക. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, മനനം ചെയ്യുക. അല്ലെ, അപ്പൊ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ വന്നു. അങ്ങനെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, ചിന്തകൾക്ക് വിട്ടുകൊടുക്കുക. ആ ചിന്തകൾ നമ്മളോട് പറയും ഇതൊരു അവസരമാണ്, ഏറ്റെടുക്കെന്ന് പറയും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളോട് ഏറ്റെടുക്കുക എന്ന് പറയും. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുക. എങ്ങനെ പ്രവർത്തിക്കുന്നത്? വായനാക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ വളരെ ലളിതമായിട്ട് സരസമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഇത് തന്നെ കാര്യം. അങ്ങനെ സംസാരത്തിലൂടെ ജനസാഗരങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജനസാഗരങ്ങൾ, 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അടുത്ത 2-3 വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിലേക്ക് വരും. കോടിക്കണക്കിന് മെമ്പേഴ്സ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇതിൽ പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 162 മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ പുതിയ മെമ്പേഴ്സിനോട് ഞാൻ ഒന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഈ അടുത്ത 2-3 മാസങ്ങളിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സിനോട് മാത്രം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഈ ബയോട്ടോറിയത്തിലേക്ക് ഞങ്ങൾ വിളിച്ചത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങളെ ഈ ബയോട്ടോറിയത്തിൽ ഞങ്ങൾ ക്ഷണിച്ചത് 10,000 വരുമാനം കിട്ടുന്ന പണക്കാരനാകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഈ ബയോട്ടോറിയത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത് ലക്ഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചുകൊണ്ട് ലക്ഷപ്രഭുക്കൾ ഉണ്ടാക്കാനല്ല. നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത് ഒരു വലിയ ടീമിന്റെ നായകനാകാൻ വേണ്ടിയിട്ടാണ്. ഈ സമൂഹത്തിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി, അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി, അതിനുശേഷം നിങ്ങളുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി. ആരോഗ്യവും സമ്പത്തും സന്തോഷമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജനനായകനായിട്ട്, ഒരു ഈശ്വരനാകാൻ, ഒരു കോടീശ്വരനാകാൻ വേണ്ടിയാണ് നിങ്ങളെ ക്ഷണിച്ചത്. മനുഷ്യന് 2 കാര്യങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് മൃഗമുണ്ട്, ഈശ്വരനുണ്ട്. ഇത് രണ്ടും കൂടിയതാണ് മനുഷ്യൻ. അല്ലെ, ഇപ്പൊ 51% നിങ്ങൾക്ക് മൃഗമാണ് കൂടുതലെങ്കിൽ ആ രാക്ഷസീയ ഭാവമായിരിക്കും നിങ്ങൾ കൂടുതലുള്ളത്. നിങ്ങൾക്ക് ദേവാംശം കുറവായിരിക്കുള്ളൂ.
പക്ഷെ ഈ ബയോട്ടിക് നിങ്ങൾ വരുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ദേവാംശം നിങ്ങൾക്ക് കൂടുതലാവും. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ, ഒരു നാൾ വരുമ്പോൾ 51% ദേവന്റെ അംശം നിങ്ങളിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ഒരു ഈശ്വരനായിട്ട് മാറും, കോടീശ്വരനായിട്ട് മാറും. അങ്ങനെ കോടീശ്വരനാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത്, അതുകൊണ്ട് ഒരു ഉൽപ്പന്നം മേടിക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് നമ്മൾ ഐ ഡി നമ്പറിന്റെ പ്രസക്തി. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 10 അക്കം വരുന്ന ഐ ഡി നമ്പറിന്റെ പ്രസക്തി അതാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് ഒരു അൾട്രാബെറി തരുന്നുണ്ട്. അൾട്രാബെറിയിൽ 4 രീതിയിലുള്ള ബെറിപ്പഴങ്ങളുണ്ട്. ഈ ബെറിപ്പഴത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇപ്പൊ 1954 ആയപ്പോഴേക്കും വൈദ്യശാസ്ത്രം ഒരു കാര്യം കണ്ടെത്തി. വൈദ്യശാസ്ത്രം ഇങ്ങനെ ഓരോരോ കാര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനു മുമ്പ് എന്ന് പറഞ്ഞാല് ആളുകൾക്ക് വൈദ്യശാസ്ത്രം പറയുന്ന നല്ല നല്ല മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, വൈദ്യശാസ്ത്രത്തിന് നല്ല ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ രോഗം മാറുന്നില്ല, പരിപൂർണമായിട്ട് അവരുടെ രോഗം മാറുന്നില്ല. ഇനി ചില ആളുകൾ പറയുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട്, വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങൾ മുഴുവൻ നടത്തിയിട്ട് പറയും നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറയും. അവർ രോഗികളാണെന്ന് വെച്ചാൽ രോഗികളല്ല, എന്നാൽ അവർ രോഗിയാണ്. ആരോഗ്യവാനാണെന്ന് വെച്ചാൽ അവർ ആരോഗ്യവാനല്ല, എന്നാൽ അവർ ആരോഗ്യവാനാണ്. ഈ ഒരു പ്രതിഭാസത്തിന് ഉത്തരം കണ്ടെത്തിയത് 1954 എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന്റെ കാരണം അവരുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്സിജന്റെ ഒരു കളി അവരുടെ ശരീരത്തിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഗാനിക് ഫ്രൂട്ട്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടണം. നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് മാത്രം ഓക്സിജൻ കിട്ടിയാൽ പോരാ, ഓർഗാനിക് ഫ്രൂട്ടിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഒരു ഓക്സിജൻ കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ കോശങ്ങൾ ഡാമേജ് ആവും. കോശങ്ങൾ ഡാമേജ് ആയാൽ നമ്മളെ കോശങ്ങൾ കൂടുതൽ നശിച്ചു പോകും, അകാല വാർദ്ധക്യം നമുക്കുണ്ടാവും, ഒരുപാട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ പരിപൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് എനർജിയോടൊപ്പം തന്നെ പോഷകാഹാരങ്ങളും കൂടി വേണം. ഈ പോഷകാഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണം. അതിന് ലോകാരോഗ്യ സംഘടന പറയുന്നത് 8 തരത്തിലെ ഭക്ഷണങ്ങൾ, 8 നിറത്തിലെ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അത് ബെറി പഴങ്ങൾ കൂടുതൽ കഴിക്കണം. എന്തിനാ ബെറി പഴങ്ങൾ കൂടുതൽ കഴിക്കുന്നത്? ബെറി പഴങ്ങളിലാണ് ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ 5000 ഒറാക്ക് വാല്യൂ ഉള്ള ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ വേണം ഒരു ദിവസം. ഇത് ലോകാരോഗ്യ സംഘടന നിയമമാണ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട്. മാഗ്നറ്റിക് പവർ മാത്രം പോരട്ടെ, ഇതുകൂടി നമുക്ക് വേണം. 5000 ഒറാക്ക് വാല്യൂ ഉള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടി നമ്മൾ കഴിക്കണം. അത് ബെറി പഴങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ നമുക്ക് അൾട്രാബെറി കൂടി കമ്പനി തരാൻ തയ്യാറാകുന്നത്. ഈ അൾട്രാബെറിയിൽ 21 അപൂർവമായ പഴങ്ങളും ഔഷധ സസ്യങ്ങളെയും എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിന്റെ ജ്യൂസ് അല്ല, എക്സ്ട്രാക്ട്, അതിന്റെ സ്റ്റെം സെല്ല് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഉണർവ് ഉന്മേഷം നമുക്ക് കിട്ടുന്നത്. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ 5000 ഒറാക്ക് വാല്യൂ ആന്റി ഓക്സിഡന്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ അൾട്രാബെറി നമ്മൾ കഴിക്കുമ്പോൾ 7000 ഒറാക്ക് വാല്യൂ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. കോശങ്ങൾ നശിക്കില്ല, കോശങ്ങൾ ആരോഗ്യമുള്ളതായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ട്? മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കോശങ്ങൾക്ക് 4 കാര്യങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെയാണ് കോശങ്ങൾക്ക് 4 കാര്യങ്ങൾ. മാഗ്നറ്റിക് പവർ ആവശ്യമാണ്, പ്രാണവായു ആവശ്യമാണ്, ജീവജലം ആവശ്യമാണ്, പോഷകാഹാരം ആവശ്യമാണ്. മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്, സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുന്നുണ്ട്, ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ജീവജലം നമ്മൾ കുടിക്കുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ ഈ മെഡിക്കൽ മാഗ്നറ്റ് ചുറ്റുവച്ചിട്ടുള്ള ഇതല്ലേ, ഈ രീതിയിലുള്ള ജീവജലം നമ്മൾ കുടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്, കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട്, കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു കിട്ടുന്നുണ്ട്. അൾട്രാബെറി കഴിക്കുമ്പോൾ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരം കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം 7000 ഒറാക്ക് വാല്യൂ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കില്ല, പൂർണ്ണ ആരോഗ്യവാനായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതില് 4 രീതിയിലുള്ള ബെറി പഴങ്ങളുണ്ട്. ബ്ലൂബെറി ഉണ്ട്, എൽഡൻബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, മുരിങ്ങയിലുണ്ട്, ബ്ലാക്ക് കറന്റ് ഉണ്ട്, കിവി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, മാംഗോസ്റ്റീൻ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വീറ്റ് ഗ്രാസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് മുളപ്പിച്ച് ഗോതമ്പ് വിത്ത്, നോനിപ്പഴം ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്, സിബാക്തോൺ ഉണ്ട്, സോബൽമെറ്റ ഉണ്ട്, കറുകപ്പട്ട ഉണ്ട്, മകാറൂട്ട് ഉണ്ട്, സഫേദ് മുസ്ലിം ഉണ്ട്, ഗ്രേപ്പ് സീഡ് ഉണ്ട്, മുന്തിരി വിത്ത്. എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ മരിക്കാൻ പോകണമെങ്കിൽ ഈ ഗ്രേപ്പ് സീഡിന്റെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളെ പുനർജീവിപ്പിക്കാൻ പറ്റും.
നമ്മളെ ടീമിലെ ഒരു ടീച്ചറുണ്ട്, ഷെൻഷ ടീച്ചറുണ്ട്. അപ്പച്ചൻ 18 വർഷം മുമ്പ് അസുഖം വന്ന് മരിച്ച 2 ആഴ്ചക്കുള്ളിൽ മരിക്കുന്ന പറഞ്ഞു. അതിനെ ഒരു മൃതസഞ്ജീവി പറഞ്ഞ അമേരിക്കയിൽ നിന്ന് ഗ്രേപ്പ് സൈഡിന്റെ എക്സ്ട്രാക്ട് വരുത്തി കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരു വരുത്തി അദ്ദേഹം 18 വർഷം വേണ്ടി ജീവിച്ചെന്ന് പറഞ്ഞു. അത് ഗ്രേപ്പ് സൈഡ് എക്സ്ട്രാക്ടിന്റെ പ്രത്യേകതയാണ്, മൃതസഞ്ജീവനിയാണ്. ആ ഗ്രേപ്പ് സൈഡ് എക്സ്ട്രാക്ട് നമ്മളെ ഈ അൾട്രാവയലിൽ ചേർന്ന. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് മരുന്ന് കഴിക്കുന്ന രോഗികളാണ്. കാരണം എങ്കിൽ മാത്രമേ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. കാരണം ആന്റി ഓക്സിഡേഷൻ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും തന്നെയാണ്, അബലവൃദ്ധം ജനങ്ങളും കഴിക്കണം. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കാണ്. കാരണം സ്ട്രെസ് കുറക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് സ്ട്രെസ് കുറക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജോലിഭാരവും സ്ട്രെസ് ഉള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്കാണ്, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലിഭാരം ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. ആ സ്ട്രെസ് കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഹോംവർക്ക് ചെയ്യുന്നതൊക്കെ അവരാണ്. ഏറ്റവും അവർക്ക് പോഷകാഹാരം ഒന്നും കിട്ടുന്നില്ല. അവരുടെ ശരീരത്തിലേക്ക് വേണ്ട മുഴുവൻ പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ട്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ഡീഹൈഡ്രേഷൻ തടയുന്നുണ്ട്, മെമ്മറി പവർ കൂട്ടുന്നുണ്ട്, അവരുടെ സ്റ്റാമിന അവരുടെ കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സെറോട്ടോണിൻ എന്നുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ സെറോട്ടോണിൻ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുമ്പോൾ ഹാപ്പി മൂഡിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹാപ്പി മൂഡിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പരീക്ഷ പേടിയില്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഇത്. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡ് ഇതിലുള്ളത് കൊണ്ട് നമ്മളെ ജോയിന്റ് പെയിൻ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. അലോവേര ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അലോവേരക്ക് ഒരുപാട് ഗുണമുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ തടയുന്നുണ്ട്, ശരീരഭാരം കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, മുടി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്, അങ്ങനത്തെ മുടി പൊട്ടിപ്പോകുന്നത് ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്, താരൻ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. നോനിപ്പഴം എന്ന് പറഞ്ഞാൽ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്, ബ്ലാക്ക് കറന്റ് കാഴ്ചശക്തി കൂട്ടുന്നുണ്ട്, കണ്ണട ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, ക്രാൻബെറി യൂറിനറി ഇൻഫ്ലക്ഷൻ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനെ പുറന്തള്ളുന്നുണ്ട്, ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടുക്കുന്നുണ്ട്, ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്, ഹൃദ്രോഗികൾക്ക് ഇത് ഉത്തമമാണ്, ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ന്യൂറോളജിക്കൽ പ്രോബ്ലം എല്ലാം തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നുണ്ട്, പൊണ്ണത്തിന് കുറക്കുന്നുണ്ട്, ഫൈബറും ഫാറ്റും ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അമിതമായ കൊഴുപ്പിനെ ബേൺ ചെയ്ത് ഊർജ്ജമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, ദഹനത്തെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാമാണ് നമ്മളുടെ ഈ 2 ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ. ഇനിയും നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഒരുപാട് ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മളെ നറുനെയ്യ്, അതെന്ന് പറഞ്ഞാല് ഗീർ പശുവിന്റെ നെയ്യാണ്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടുന്നുണ്ട്, അത് ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബുദ്ധിശക്തി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, 1,00,000 കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുകളുടെ എലാസ്തികത സംരക്ഷിക്കുന്നുണ്ട്, നമ്മളെ ആമാശയത്തിനെ സംരക്ഷിക്കുന്നുണ്ട്, മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്, നല്ല രീതിയിൽ മലം ഉറച്ചു പോകുന്നുണ്ട്, നല്ല വഴക്കത്തോടെ മലം പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. നമ്മൾ ത്വക്കിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചുണ്ടോട്ടൽ ഒഴിവാക്കുന്നുണ്ട്, വായ്പുണ്ണ് ഇല്ലാതാക്കുന്നുണ്ട്, വയറിന്റെ പ്രവർത്തനം നന്നാക്കുന്നുണ്ട്, വയറ് സ്തംഭനം പോലുള്ള കാര്യങ്ങൾ ഈ വൈറ്റമിൻ ബി ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്, വൈറ്റമിൻ ഡി രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതെല്ലാം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതെല്ലാം സുലഭമായിട്ട് നമ്മളെ ഗീർ പശുവിന്റെ നെയ്യിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് മോർ പവർ. നമ്മുടെ ശരീരത്തിൽ ഒരു അധിക ശക്തി ഉണ്ടാക്കും, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, 11 വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നുണ്ട്, നമ്മളുടെ ലൈംഗിക ശക്തിയെ ഉത്തേജിപ്പിക്കാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നു. ഏത് കിളവനെയും യുവാവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെയൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ട്. കേരളത്തിൽ 1 കോടി ജനങ്ങൾക്ക് ഷുഗർ ഉണ്ട്. ഷുഗർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈംഗിക ആസക്തി കുറയും, ലൈംഗിക പ്രവർത്തനം കുറയും. ഒരു സൈഡിൽ കത്ത് പിടിക്കുന്നുണ്ട്, ഒരു സൈഡിൽ കത്ത് പിടിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ദാമ്പത്യത്തിലുണ്ട്. അതിനെല്ലാം പരിഹരിക്കാനായിട്ട്, ദാമ്പത്യ പ്രശ്നങ്ങളെ എല്ലാം തന്നെ പരിഹരിക്കാനായിട്ട്, സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ട്, സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ട് നമ്മളെ മോർ പവറിന് ഒരു വലിയ ശക്തിയുണ്ട്.
പിന്നെ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് സിബാക്ടോൺ. നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ യുവജനങ്ങളോട് എല്ലാവരും തന്നെ കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് സിബാക്ടോൺ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഉൽപ്പന്നമാണ് സിബാക്ടോൺ. ഞാൻ ഒറാക്യു വാല്യൂവിന്റെ കാര്യം പറഞ്ഞ്, ഒരു ദിവസം മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായ ഒറാക്യു വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 ആണ്. നമ്മളുടെ ആൾട്രാ ബ്രീ കഴിക്കുമ്പോൾ 7000 കിട്ടുന്നുണ്ട്. പക്ഷെ സിബാക്ടോണിൽ അടങ്ങിയിരിക്കുന്ന നമ്മളെ ഈ പറയുന്ന ഗുണമുണ്ടല്ലോ, ആന്റി ഓക്സിഡന്റ്, നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് ഒറാക്യു വാല്യൂ നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് 80,000 തുടങ്ങി 1,20,000 വരെ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കോശങ്ങളൊന്നും നശിക്കൂലട്ടാ. ഈ ഒറാക്യു വാല്യൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് 37.4 ലക്ഷം കോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 1% കോശങ്ങൾ ഡെഡ് ആകുന്നുണ്ട് ഒരു ദിവസം. ഈ മരിച്ചു പോകുന്ന മൃതകോശങ്ങളെ തള്ളിക്കളയാനായിട്ട് ശരീരത്തിന് സാധിക്കുന്നില്ല. അത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ടോക്സിനാണ്, ഈ മൃതകോശങ്ങളാണ്. ഒരു ഡെഡ് ബോഡി എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമൂഹത്തിന് മുഴുവൻ പ്രശ്നമാകില്ലേ? 37.4 ലക്ഷം കോടി കോശങ്ങളുടെ 1% ഒരു ദിവസം നശിക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ ശരീരത്തിന് പുറന്തള്ളി കളയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒറാക്യു വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മൃതകോശങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവാണ്. അത് 5000 ആണ് നമ്മളെ ശരീരത്തിൽ വേണ്ടത് ഒറാക്യു വാല്യൂ. നമ്മളെ സിബാക്ടോണിലുള്ളത് 80,000 തുടങ്ങി 1,20,000 വരെയുള്ള സിബാക്ടോൺ കപ്പാസിറ്റി ഉണ്ട്. ഓറഞ്ചിലുള്ള വൈറ്റമിൻ സിനേക്കാളും 3 മടങ്ങ് വൈറ്റമിൻ സി, ഓറഞ്ചിലുള്ള വൈറ്റമിൻ സിനേക്കാളും 12 മടങ്ങ് വൈറ്റമിൻ സി, 12 മടങ്ങ് വൈറ്റമിൻ സി സിബാക്ടോണിലുണ്ട്. 12 മടങ്ങ്. ക്യാരറ്റിലുള്ള വൈറ്റമിൻ എനേക്കാളും 3 മടങ്ങ് വൈറ്റമിൻ എ സിബാക്ടോണിലുണ്ട്. അമൃതാണ് സുഹൃത്തുക്കളെ, അമൃത്. ഇത് കണ്ടിരിപ്പല്ലേ? ഈ ഉൽപ്പന്നത്തിന് ഗുണമല്ല എന്നെ ത്രസിപ്പിച്ചത്. കോടീശ്വരനായല്ലേ ഈശ്വര. 2030 ഞങ്ങളുടെ ടീമിൽ 200 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പോണേ. 200 അല്ല 500 ആയിരിക്കും വരാൻ പോണത്. എല്ലാവർക്കും ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ്. ഇത് റെക്കമെൻഡ് ചെയ്ത് ഇതിന്റെ അംബാസഡർ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. ആ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചാൽ മതി. ഈ ഉൽപ്പന്നമാണ് അത് കുട്ടികൾക്ക് കഴിക്കാൻ മിഠായി പോലെ കഴിക്കാനുള്ള ഉൽപ്പന്നമാണ് നമ്മളെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഇതിന് ആരാ മേടിക്കാത്തത്? ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചാൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ഇപ്പൊ എത്ര മണിയായി? 9 മണിയായി. ഒരു 10 മിനിറ്റ് കൂടി ഞാൻ എടുക്കാനുണ്ട. നിങ്ങൾക്ക് ഇറങ്ങി പോകണമെന്ന് തോന്നണ്ട എന്ന് പറഞ്ഞേ. ഞാൻ നിർത്തണമെങ്കിൽ ഇപ്പൊ തന്നെ നിർത്താം, അല്ലെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് എടുത്തോട്ടെ. അത്യാവശ്യമുള്ള മെമ്പേഴ്സ് ഇറങ്ങി പോയിക്കോ. എന്നെ കേൾക്കാൻ തയ്യാറുള്ള മെമ്പേഴ്സ് 10 മിനിറ്റ് എടുത്തോ. ഞാൻ പറഞ്ഞ് ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഉപബോധ മനസ്സിനോട് നിങ്ങൾ ചോദിക്കും. നാളെ രാവിലെ ഉപബോധ മനസ്സ് നിങ്ങളോട് മറുപടി പറയും. ആ മറുപടി നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും. ഞാൻ നിങ്ങൾ വിളിക്കുന്നത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കാനല്ല. ഞാൻ നിങ്ങൾ വിളിക്കുന്നത് 10,000ങ്ങളുള്ള പണക്കാരനാകാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങൾ വിളിക്കുന്നത് ഒരു പ്രഭുവാകാൻ വേണ്ടിയല്ല. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ഈശ്വരനാകാൻ, കോടീശ്വരനാകാൻ വേണ്ടി. അതെങ്ങനെയാണെന്ന് നോക്കാലോ നമുക്ക്, അല്ലെ? കമ്പനി നമുക്ക് മനോഹരമായ ഒരു ഇൻകം പ്ലാൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം 2 ഓർഗനൈസേഷൻ മുന്നോട്ടുണ്ടായാൽ മതി. എന്താണ് 2 ഓർഗനൈസേഷൻ? നമ്മുടെ ഈ കൈ ഇതുണ്ടാ, ഈ കൈയില്ലേ, ഇത് തന്നെ 2 ഓർഗനൈസേഷൻ. ഇങ്ങനെ നമ്മള് 2 ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുക, 2 ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത്ര രസകരമാണെന്ന് അറിയാമോ? അങ്ങനെ 2 ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കമ്പനി ബൂസ്റ്റർ ബോണസ് തരുന്നുണ്ട്. എത്ര നല്ല വരുമാനമാണെന്ന് അറിയാമോ ബൂസ്റ്റർ ബോണസ്? ഡമ്പമ്പോ 100 രൂപയുടെ ഒരു ബിസിനസ് നമ്മൾ നേരിട്ട് കൊടുത്താലുണ്ടല്ല 4,040 രൂപ. 50 രൂപയുടെങ്കിൽ 2,020 രൂപ. അതിൽ തന്നെ ഒരുപാട് മാജിക് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാതെ, ഈ ബൂസ്റ്റർ ബോണസിൽ തന്നെ ഒരുപാട് മാജിക് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ബോണസ് ഉണ്ട്. ഒരു 150 PV നമ്മുടെ സർക്കിളിൽ നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽക്കം ബോണസ് 6,500 രൂപ വരുമാനം നമുക്ക് തരും. ഇത് ജനുവരി 2 മുമ്പ് ഒരു 440 രൂപ ഇരുന്നിട്ടാ. ഇവിടെ കോടികൾ വരുമാനം വാങ്ങിച്ച 400-ൽ പരം കോടീശ്വരന്മാരുണ്ട്. ഇവരെല്ലാം തന്നെ വെൽക്കം ബോണസ് 150 PV കൊടുത്തപ്പോൾ കിട്ടിയത് 440 രൂപയാണ്. ഇപ്പൊ കമ്പനിയുടെ നമ്മളെ സാഗർ ജോഷി സാറിന്റെ ജന്മദിനമായിട്ട് 440 6,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ച്. അതുപോലെ ഒരു വർഷം മുമ്പ് നമ്മളെ ഫാമിലി ബോണസ് 5,020 രൂപയായിരുന്നു. ഇന്ന് ഫാമിലി ബോണസ് 6,820 രൂപയായിട്ട് മാറ്റി. കമ്പനിക്ക് ലാഭം കുമിഞ്ഞു കൂടുന്നുണ്ട്. ആ ലാഭം ഫീൽഡ് സ്റ്റാഫിന് എങ്ങനെ വാരിക്കൊരു തരാമെന്നാണ് സാഗർ ജോഷി സാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭാഗ്യവന്മാരെന്ന് പറയുന്നത്. ഇനി ഫാമിലി ബോണസ് ഉണ്ട്. ലോകത്ത് ഒരു കമ്പനിയും ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം മാത്രം കൊടുക്കാറുള്ളൂ. ഫാമിലിക്ക് വേണ്ടി ബോണസ് കൊടുക്കാറില്ല.
ലോകത്ത് ഓരോരോ പ്രസ്ഥാനം മാത്രമാണ് ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നതും ആ ഫാമിലിക്ക് വേണ്ടിയുള്ള ബോണസ് കൊടുക്കുന്ന ഓരോരോ പ്രസ്ഥാനം അത് ഈബായിട്ടോറിയാണ് സുഹൃത്തുക്കളെ. 100 PV മാച്ച് ചെയ്യുമ്പോൾ 6820 രൂപ, 50 PV മാച്ച് ചെയ്യുമ്പോൾ 3410 രൂപ. ഇത് മാത്രമല്ല അവയർനെസ് ബോണസ്, അതിന് നോ ടൈം ലിമിറ്റിന് നോ മാച്ച്, ഒരു സമയം നോക്കണ്ട, എപ്പോ ബിസിനസ് വന്നാലും 100 PVക്ക് 850 രൂപ. പിന്നെ 1000 PVക്ക് തരുള്ളൂ, ഒരു സൈക്കിളെങ്കിൽ 1000 PVക്ക് തരുള്ളൂ, 8800 രൂപ തരുള്ളൂ, അതിൽ കൂടുതലൊന്നും തരൂല്ല. അപ്പൊ അവയർനെസ് ബോണസ് ഒരു സൈക്ലിങ്ങിൽ 8900 രൂപ, ഒരു ദിവസം 2 സൈക്ലിംഗ്, ഒരു ദിവസം 2 വരുമാനമായി. അപ്പൊ 8800 ഇൻറ്റു 2, അപ്പൊ ഒരു ദിവസം കിട്ടുന്ന വരുമാനം. ഇതാണ് നമ്മൾ അവയർനെസ് ബോണസ്. ഇനി ഫീൽഡ് വർക്ക് ബോണസ് അത് കൂടാണ്ട് തരുന്നുണ്ട്, റോയൽറ്റി ഇൻകം തരുന്നുണ്ട്. ഇപ്പൊ റോയൽറ്റി ഇൻകം എന്ന് പറഞ്ഞാല് മനോജ് സാറ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് കിട്ടും. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് സാധിക്കാത്തായിരുന്നു. സാധാരണ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും ജൂനിയേഴ്സ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം സീനിയർക്ക് കിട്ടുള്ളൂ, സീനിയേഴ്സ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം ജൂനിയർക്ക് കിട്ടില്ല. പക്ഷെ ഈ ഇതിനൊരു പ്രത്യേകത, സീനിയേഴ്സ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം ജൂനിയർക്ക് കിട്ടും. ഈ ഏപ്രിൽ മാസം തുടങ്ങി ആരംഭിക്കുകയാണ്. ഒരു PVക്ക് നമ്മൾ റീപർച്ചേസ് ചെയ്താൽ മതി, ഒരു PV ക്ലബിലേക്ക് നമ്മളെ പെടുത്തും. കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ആ ഒരു PVക്കാർക്ക് ഇങ്ങനെ കമ്പനി ഓരോ മാസം കൊടുക്കുകയാണ്. അതൊരു വലിയ എമൗണ്ട് ഉണ്ടാവും, വലിയൊരു എമൗണ്ട്. നമ്മുടെ സീനിയേഴ്സ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം പോലും റോയൽറ്റിയിലൂടെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് റീപർച്ചേസിംഗ് ഉണ്ട്. ആളെ ചേർക്കണ്ടേ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട, ആളെ ചേർക്കാൻ പറ്റുന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം, നമ്മുടെ അൾട്രാബെറി ഇത്രയും ഗുണങ്ങളുള്ള സാധനമാണ്. അതിന് ഗുണങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, ഒരെണ്ണം മേടിക്കുക, 1600 രൂപ കമ്പനി തരുന്നുണ്ട്, 4000 രൂപയുടെ MRP. അത് കൊടുത്തു കഴിഞ്ഞാൽ 2500 ലാഭം കിട്ടും. 10 എണ്ണം ഒരു മാസം വിറ്റാൽ മതി, 24000 രൂപ കിട്ടും. ആർക്കാ 24000 രൂപ കിട്ടുന്നത്? ഒരു മാസം 10 എണ്ണം വിറ്റാൽ മതി, എന്ന് 24000 രൂപ കിട്ടും. പിന്നെ സിബാക് തോൺ വരുന്നുണ്ട്, അതിന്റെ ഗുണങ്ങൾ വേറെ. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്യുന്ന സാധനവും അതൊക്കെ വിറ്റഴിക്കാൻ വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞാല് ഒരാളെ പോലും ചേർത്തില്ല എങ്കിൽ പോലും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് ഒരു മാസം 50,000 രൂപ മിനിമം വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു അവസരമാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം. ഇതുകൊണ്ട് റീപർച്ചേസിംഗ് കൊണ്ട് നമ്മൾ ജൂനിയേഴ്സ്, നമ്മളെ ടീമിൽ വരുന്ന ടീം മെമ്പേഴ്സ് വാങ്ങിക്കുന്ന വരുമാനം, റീപർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു വലിയ വരുമാനം നമുക്ക് തരുന്നുണ്ട് കമ്പനി. അങ്ങനെ പിന്നെ സർപ്രൈസ് ബോണസ് ഉണ്ട്, ഇതുകൊണ്ട് സർപ്രൈസ് ബോണസ് ഉണ്ട്, റീപർച്ചേസിംഗ് കൊണ്ട് ടൂർ പ്രോഗ്രാം ഉണ്ട്. 3 ലക്ഷം രൂപ വരുമാനം നമ്മൾ എപ്പോ വാങ്ങിക്കുന്നു അപ്പ നമ്മളെ തായ്ലൻഡിലേക്ക് കമ്പനി പറഞ്ഞു വിടുന്നുണ്ട്, ദുബായിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, സിംഗപ്പൂരിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ലോക രാജ്യങ്ങളെല്ലാം തന്നെ കാണാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും, ലോക രാജ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇത് ബൈനറി പ്ലാൻ ആണ്, 2 ഓർഗനൈസേഷൻ മാത്രം മുന്നോട്ട് കൊണ്ടുപോകണേ. ഈ ബൈനറി പ്ലാനിന്റെ ഒരു പ്രത്യേകത ഹൈബ്രിഡ് ഇൻകം പ്ലാൻ ആണ്, മനസ്സിലായ? അതുകൊണ്ടാണ് ഇത്രയും വരുമാനം കിട്ടുന്നത്. 2 ഓർഗനൈസേഷൻ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അനവധി വരുമാനങ്ങൾ കമ്പനി തരാൻ തയ്യാറാവും. റെഫറൽ ഇൻകം തുടങ്ങിയാൽ 13 PV മാച്ച് ചെയ്യും 520 രൂപയുണ്ട്, 25 PV 25 ഒരു ബിസിനസ് കൊടുത്താൽ മാച്ച് ഒന്നും ചെയ്യണ്ട. അത് 25 PVയുടെ ഒരു ബിസിനസ് ആണെങ്കിൽ 1010 രൂപയുണ്ട്, 50 PVയുടെ ഒരു ബിസിനസ് ആണെങ്കിൽ 2020 രൂപയുണ്ട്, 100 PVയുടെ ഒരു ബിസിനസ് ആണ് നിങ്ങൾ നേരിട്ട് എടുക്കുന്നതെങ്കിൽ 4040 രൂപ 3-ാം ദിവസം കമ്പനി തരും. 200 PVയുടെ ബിസിനസ് ആണെങ്കിൽ 8080 രൂപ, 300 PVയുടെ ബിസിനസ് ആണെങ്കിൽ 12120 രൂപ, 400 PVയുടെ ബിസിനസ് ആണെങ്കിൽ 16160 രൂപ, 500 PVയുടെ ബിസിനസ് ആണെങ്കിൽ 20200 രൂപ, 1000 PVയുടെ ബിസിനസ് 40400 രൂപ. അപ്പൊ നിങ്ങൾ ചോദിക്കും 1000 PVയുടെ ബിസിനസ് എന്താണ്? റിയൽ എസ്റ്റേറ്റ്, ഫ്ലാറ്റ്, യൂസ്ഡ് കാറ്, ഇതൊക്കെ നമുക്ക് ഈ വൈഡത്തിലൂടെ വിറ്റഴിക്കാൻ പറ്റും. ഒരു റെഫറൽ ചെയ്താൽ പോലും അടുത്ത 3 ദിവസത്തിനുള്ളിൽ വരുമാനം കിട്ടുന്ന ഓരോരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് 200 പേരെ ലിസ്റ്റ് ഇടുക, സീനിയേഴ്സിന്റെ സഹായ സ്ഥാനത്തോടെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവരോട് പറയുക, നിങ്ങളുടെ നാക്ക് ഉപയോഗിക്കുക, മറ്റുള്ളവരോട് പറയുക, അവർ നോ പറയും. നോ പറയുമ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലെ? നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്, ആ നോ കേൾക്കാൻ തയ്യാറാകുക. അങ്ങനെ ഒരു 100 ജോഡി മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിക്കുക, നിങ്ങൾ കോടീശ്വരനാണ് സുഹൃത്തുക്കളെ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളോടെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വെൽക്കം ബോണസ് 6500 രൂപ കിട്ടുന്നുണ്ട്, അല്ലെ? ഫാമിലി ബോണസ് 100 PV മാച്ച് ചെയ്യുമ്പോൾ 6800 രൂപ കിട്ടുന്നുണ്ട്, 50 PVക്ക് 3410 രൂപ കിട്ടുന്നുണ്ട്, 25 PVക്ക് 1705 രൂപ കിട്ടുന്നുണ്ട്, 13 PVക്ക് 886 രൂപ 40 പൈസ കിട്ടുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണെന്ന് നാളെ നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. സീനിയേഴ്സ് കൃത്യമായിട്ട് വരച്ച് കാണിച്ച് അവയർനെസ് ബോണസ് 1 PVക്ക് 880 പൈസ ഉണ്ട്, 100 PVക്ക് 880 രൂപയുണ്ട്, 1000 PVക്ക് 8800 രൂപയുണ്ട്. ഒരു ദിവസം 2 സൈക്ലിങ്ങിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ 2 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 14,000, ഇവിടെ ഒരു ദിവസം കിട്ടുന്ന വരുമാനം 14,740 രൂപ ഒരു സൈക്ലിങ്ങിന് കിട്ടുന്നുണ്ട്.
ഒരു ദിവസം 29,480 വരുമാനം കിട്ടുന്നു. 4,800 രൂപ ഒരു പ്രോഡക്റ്റ് എടുത്താൽ മതി, ഒരു ID നമ്പർ എടുത്താൽ മതി, ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. 4,800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണെങ്കിൽ പോലും, ഇത്രയും വാല്യൂബിളുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടാണെങ്കിൽ പോലും ഇതിനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പബ്ലിക്കിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കിട്ടുന്ന മദർ ഇൻകം 29,480 രൂപ, ഒരു മാസം നിങ്ങൾ കിട്ടുന്ന വരുമാനം 8,85,400 രൂപ, ഒരു വർഷം നിങ്ങൾ കിട്ടുന്ന വരുമാനം 1,06,12,800 രൂപ. ഇതുകൂടാണ്ട് ഫീൽഡ് വർക്ക് ബോണസ് കിട്ടുന്നുണ്ട്. അങ്ങനെ മറ്റു പല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ റഫറൽ ബോണസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇത് അൺലിമിറ്റഡ് ആണ് ഈ റഫറൽ ബോണസ്. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ സർക്കിളിലുള്ള മെമ്പേഴ്സിനെ കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ 100 PV നിങ്ങൾക്ക് വെൽക്കം ബോണസ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ 100 PV ഒരു സൈക്ലിങ്ങിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 14,900 രൂപ വരുമാനം കിട്ടും. ഇവിടെ സീലിംഗ് എന്ന് പറഞ്ഞാൽ 14,740 രൂപയാണ്. പക്ഷെ 100 PV മാത്രം മാച്ച് ചെയ്യുമ്പോൾ 14,900 രൂപ വരുമാനം കിട്ടുന്ന ഇന്ത്യയിലെ ഏക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇബാൾട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു 100 PVക്ക് 4,040 രൂപ ബൂസ്റ്റർ ബോണസ്, അടുത്ത 100 PVക്ക് 4,040 രൂപ ബൂസ്റ്റർ ബോണസ്, ഫാമിലി ബോണസ് 6,720 രൂപ. ഒരു സൈക്ലിങ്ങിൽ മാച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ വരുമാനം 14,900 രൂപ, സീലിംഗിനേക്കാൾ വളരെ കൂടുതൽ. ഇനി രസകരമായ വേറൊരു കാര്യം ഞാൻ പറയാ, നിങ്ങളുടെ ഡയറക്ടർ സർക്കിളിൽ നിങ്ങൾ 100 PV എടുക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ 2 ID നമ്പറിൽ ഒരു സൈക്ലിങ്ങിൽ നിങ്ങൾ ഒരുമിച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സുഹൃത്തുക്കളെ 300 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 25,760 രൂപയാണ് സുഹൃത്തുക്കളെ. 300 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 25,760 രൂപ. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 14,900 അല്ലെ, 4,040, 6,820, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 25,760 രൂപ. ഇനി നിങ്ങൾ 400 PV നിങ്ങളുടെ 3 ID നമ്പറിൽ, നിങ്ങളുടെ വീട്ടിലുള്ള 3 ID നമ്പറിൽ ഒരു സൈക്ലിങ്ങിൽ ഒരുമിച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 37,500 രൂപ വരുമാനം കിട്ടും സുഹൃത്തുക്കളെ. 400 PV മാച്ച് ചെയ്യുമ്പോൾ 37,500 രൂപ വരുമാനം കൊടുക്കുന്ന ഇന്ത്യയിലെ ഓരോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇബാൾട്ട് ഓർഗൻ. അടുത്തൊരു അവസരമുണ്ട്, അത് റീപർച്ചേസ് ഇൻകം ആണ്. ഒരു PV മാച്ച് 630 രൂപ വരുമാനം കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പ്രിയങ്കരനായ മനോജ് സാറ് 100 ജോഡി മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിക്കാനുള്ള ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ ആരംഭിച്ച് അത് ജൂലൈ 30 വരെയാണ് അതിന്റെ ദിവസം. നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ, ഒരു ദിവസം 2 ബിസിനസ് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, ജൂൺ 30 100 ജോഡി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് തേക്കാൻ സാധിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, ഇതിന്റെ ഒറ്റ വരുമാനം മാത്രം ഞാൻ നിങ്ങളോട് പറയാ. ജീവിതകാലം മുഴുവനും 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇതിനൊറ്റ ചലഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ജൂൺ 30 വരുമ്പോൾ 100 ജോഡി മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിൽ ഉണ്ടാവും. ഈ 100 ജോഡി മെമ്പേഴ്സ് ഒരു PVയുടെ റീപർച്ചേസ് മാത്രം ചെയ്യുമ്പോൾ 67,500 രൂപയായിരിക്കും, 63,000 രൂപയായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങളുടെ റീപർച്ചേസിംഗ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടാൻ പോകുന്നത്. അവരെ കൊണ്ട് 2 PVയുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിക്കുകയാണെങ്കിൽ 1,26,000 രൂപയുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 2 PVയുടെ ബിസിനസ് മാത്രം നിങ്ങൾ ചെയ്യണമെങ്കിൽ, അവരെ കൊണ്ട് 10 PVയുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈ 100 ജോഡി മെമ്പേഴ്സിനെ കൊണ്ട്, അതിൽ ഒരാളെ കൊണ്ട് 10 PVയുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിക്കുകയാണെങ്കിൽ 6,30,000 രൂപയുടെ സുഹൃത്തുക്കളെ ഒരു മാസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീപർച്ചേസ് ഇൻകം മാത്രം. നമ്മളെ പ്രിയങ്കരനായ മനോജ് സാറ് തന്നിരിക്കുന്ന ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഓരോ സുഹൃത്തുക്കളും അടുത്ത ജൂലൈ 30 കഴിയുമ്പോൾ ലക്ഷപ്രഭുക്കളാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങൾക്ക് വരുമാനം തരുന്നത്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നത് 10,000ങ്ങളുള്ള പണക്കാരനാകാനുള്ള ഒരു അവസരമല്ല. ഇത് നിങ്ങൾക്ക് ആരോഗ്യം മാത്രം കിട്ടുന്ന ഒരു അവസരമല്ല. 10,000ങ്ങളുള്ള പണക്കാരനാകാനല്ല നിങ്ങൾ എന്നിലേക്ക് ക്ഷണിക്കുന്നത്. ലക്ഷങ്ങളുള്ള പ്രഭു ആകാനല്ല നിങ്ങൾ ഞാനിതിലേക്ക് ക്ഷണിക്കുന്നത്. ഈശ്വരനാകാൻ, കോടീശ്വരനാകാൻ, ആസ്തികൾ ഉണ്ടാക്കാൻ, കാശ് ഉണ്ടാക്കാനല്ല വിളിക്കുന്നത്. ഭൂസ്വത്ത് ഉണ്ടാക്കാൻ, ഒരു അലമാരി നിറയെ ആധാരം വെക്കാൻ, രത്നങ്ങൾ ശേഖരിക്കാൻ, സ്വർണം ശേഖരിക്കാനായിട്ട്, ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കാനായിട്ട്, നിങ്ങളുടെ തലമുറകൾക്ക് ഒരാൾക്ക് പോലും സാധിക്കാത്ത, നിങ്ങളുടെ അച്ഛന് സാധിക്കാത്ത, നിങ്ങളുടെ അപ്പൂപ്പന് സാധിക്കാത്ത, നിങ്ങളുടെ മുത്തച്ഛന് സാധിക്കാത്ത അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സമ്പന്നത പട്ടുമെത്തലേക്കുള്ള ഒരവസരമാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനനം ചെയ്യുക. നാളെ രാവിലെ ഒരു തീരുമാനം എടുക്കുക. ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. ജയ് ബയോട്ടോറിയം.
താങ്ക് യു രാമചന്ദ്ര സാർ, താങ്ക് യു. ഈ ബയോട്ടോറിയം പ്രസ്ഥാനം എന്താണെന്നും ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്നും ആ ഗുണം ഒരു അവസരമാക്കി മാറ്റിയാൽ നമ്മൾ ഒരു ഈശ്വരനായി മാറും, ഒരു കോടീശ്വരനായി മാറുമെന്ന വിലയേറിയ അറിവ് നമ്മുടെ MP രാമചന്ദ്രൻ സാർക്ക് ഗ്രൂപ്പിന്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നാളെ പെരുമ്പാവൂർ മീറ്റിംഗ് ആണ്, എല്ലാവരും കമ്പനി മീറ്റിംഗ് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സൂമിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സൂം വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, ശുഭരാത്രി.